قال الله تعالى في قرآنه الكريم وكلا نقص عليك من أنباء الرسل ما نثبت به فؤادك وجاءك في هذه الحق وموعظة وذكرى للمؤمنين صدق الله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം നടന്ന റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മളൊക്കെയും ഉള്ളത്. ഈ മാസത്തിൽ ലോക മുസ്ലിങ്ങൾ അദ്ദേഹത്തെ ധാരാളമായി അനുസ്മരിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായി അറിയാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തിരുസുന്നത്ത് ജീവിതത്തിൽ പകർത്താനൊക്കെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. റബീഉൽ അവ്വൽ മാസത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വിശ്വാസപരമായിട്ടോ ആചാരപരമായിട്ടോ അനുഷ്ഠാനപരമായിട്ടോ ഈ മാസത്തിന് ഒരു പ്രത്യേകതയും വിശുദ്ധ ഖുർആൻ നൽകിയിട്ടില്ല. റമളാൻ മാസത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആ മാസത്തെ പരാമർശിക്കുന്നു. ആ മാസത്തിൽ അനുഷ്ഠിക്കേണ്ടുന്ന നോമ്പിനെ സംബന്ധിച്ച് വളരെ ഗൗരവത്തിൽ പറയുന്നുണ്ട്. പവിത്ര മാസങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ 4 മാസങ്ങൾ പവിത്രമാണ് എന്ന് അല്ലാഹു പറയുന്നു. ആ 4 മാസങ്ങൾ ഏതൊക്കെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കുന്നു. ഈ പവിത്ര മാസങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും വളരെ പ്രാധാന്യത്തോടെ പറയുന്നുണ്ട്. അപ്പോൾ വിശ്വാസപരമായിട്ടോ അല്ലെങ്കിൽ ആചാരപരമായിട്ടോ അനുഷ്ഠാനപരമായിട്ടോ പ്രാധാന്യമുണ്ടെങ്കിൽ അത് അല്ലാഹുവിൻ്റെ ഖുർആനിൽ നമ്മൾ കാണും. അതല്ലെങ്കിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ റബീഉൽ അവ്വൽ മാസത്തെ സംബന്ധിച്ച് ഖുർആനിൽ പരാമർശമില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിലും പരാമർശമില്ല. പിന്നെ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ പ്രത്യേകത ചരിത്രപരമാണ്. രണ്ടും വ്യത്യാസമുണ്ട്. അനുഷ്ഠാനപരം, ചരിത്രപരം. ചരിത്രപരമായി നോക്കിയാൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം, അദ്ദേഹത്തിൻ്റെ ജനനം നടന്ന മാസം. അതുകൊണ്ട് ചരിത്ര പ്രാധാന്യമുള്ള മാസം. വിശ്വാസപരമായിട്ട് പ്രാധാന്യമുള്ള മാസമല്ല, അനുഷ്ഠാനപരമായിട്ട് പ്രാധാന്യമുള്ള മാസമല്ല, ചരിത്രപരമായിട്ട് പ്രാധാന്യമുള്ള മാസം. രണ്ടാമതായി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്, അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ അതിന് പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഡേറ്റിന് അഥവാ
ഒരു സംഗതിയുടെ കൃത്യമായ ഡേറ്റിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. അതുകൊണ്ടായിരിക്കാം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്ന് പറയുമ്പോൾ തന്നെ അത് കൃത്യമായിട്ട് ഏത് ഡേറ്റിലാണ് എന്ന് ചരിത്രകാരന്മാർക്ക് ഉറപ്പിച്ചു പറയാൻ സാധ്യമാകാത്തത്. റബീഉൽ അവ്വൽ 12-നാണോ റസൂൽ ജനിച്ചത്, റബീഉൽ അവ്വൽ 9-നാണോ റസൂൽ ജനിച്ചത് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നു ചരിത്ര പണ്ഡിതന്മാർക്കിടയിൽ. അത് കൃത്യമായി രേഖപ്പെട്ട് കിടക്കുന്നില്ല. പ്രബലമായ അഭിപ്രായമാണ് റബീഉൽ അവ്വൽ 12-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എന്നത്. അപ്പൊ ഡേറ്റിന് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകുന്നില്ല. അത് എന്തുകൊണ്ടാണ് നൽകാത്തത്? ഖുർആനിൽ ധാരാളം ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ചരിത്രത്തിന് സാധാരണയായി അറബിയിൽ പറയുന്ന പേര് താരീഖ് എന്നാണ്. താരീഖ് എന്ന് പറഞ്ഞാൽ കൃത്യമായി കണക്ക് വച്ച്, ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ചരിത്രമാണ് പറയുന്നത് എങ്കിൽ ആ മനുഷ്യൻ എന്നാണ് ജനിച്ചത്, എവിടെയാണ് ജനിച്ചത്, എന്നാണ് മരണപ്പെട്ടത്, അങ്ങനെ കൃത്യമായ ഡേറ്റ് വച്ചുള്ള ഒരു ചരിത്രത്തിനാണ് അറബിയിൽ താരീഖ് എന്ന് പറയുന്നത്. പക്ഷേ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ചരിത്രങ്ങൾ പറയുന്നു. ഒരു അധ്യായത്തിന്റെ പേര് തന്നെ അൽ ഖസസ് എന്നാണ്, ചരിത്രങ്ങൾ. അപ്പോൾ ചരിത്രത്തിന് അള്ളാഹു ഉപയോഗിച്ച പേര് ഖസസ് എന്നാണ്. എന്തുകൊണ്ട് അവിടെ താരീഖ് എന്ന് പറഞ്ഞില്ല, ഖസസ് എന്ന് പറഞ്ഞു? ചരിത്ര പണ്ഡിതന്മാർ, ഖുർആൻ പണ്ഡിതന്മാർ അതിന് നൽകുന്ന ഉത്തരം ഇപ്രകാരമാണ്. വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന ചരിത്രം കേവലമായ ഒരു ചരിത്രമല്ല, മറിച്ച് അതിൽ പാഠങ്ങളുണ്ട്, ഗുണപാഠങ്ങളുണ്ട്. പാരമ്പര്യമായിട്ട് ചരിത്രം പറയുന്ന ഒരു രീതിയല്ല വിശുദ്ധ ഖുർആൻ അവലംബിച്ചത്, മറിച്ച് ഗുണപാഠമുള്ള ആ ചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയത്തെ, ആ ചരിത്രം എന്ന് നടന്നു അതിനെ സംബന്ധിച്ച് പറയാതെ, ആ ചരിത്രവുമായി ബന്ധപ്പെട്ട ആളുകളുടെ എണ്ണം അതിനെ സംബന്ധിച്ച് പറയാതെ, ആ ചരിത്രത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ആശയത്തെ, അതിൻ്റെ ഗുണപാഠത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞ ആശയത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ വന്ന ഒരു ആയത്ത് ഇപ്രകാരമാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തന്നെ പറയുന്നു, വകുല്ലുൻ നഖുസ്സു അലൈക മിൻ അൻബാഇർ റുസുൽ, അല്ലയോ പ്രവാചകരെ, താങ്കൾക്ക് നാം പ്രവാചകന്മാരെ സംബന്ധിച്ചുള്ള ചരിത്രം, അവിടെയും ഉപയോഗിച്ച വാക്ക് നഖുസ്സു എന്നാണ്. അഥവാ താരീഖ് എന്ന് പറയാതെ നഖുസ്സു, നാം ചരിത്രം താങ്കൾക്ക് പറഞ്ഞു തരുന്നു. താങ്കൾക്കറിയാത്ത അൻബാഇൽ ഗൈബ്, അദൃശ്യമായ ഒരുപാട് ചരിത്രങ്ങൾ നാം താങ്കൾക്ക് പറഞ്ഞു തരുന്നു. എന്തിനാണ് പറഞ്ഞു തരുന്നത്? മാനുസബ്ബിതു ബിഹി ഫുആദക, താങ്കളുടെ ഹൃദയത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി. അപ്പൊ ചരിത്രം പഠിക്കുന്നത് തീയതി കിട്ടാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മുടെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തണം. ഈ പറയുന്ന ചരിത്രങ്ങളൊക്കെയും യാഥാർത്ഥ്യമാണ്, കെട്ടുകഥയല്ല, ഒരു മിത്തല്ല. പറയുന്ന ചരിത്രം മുഴുവൻ സത്യസന്ധമായ, വളച്ചുകെട്ടില്ലാത്ത, തെളിമയാർന്ന ചരിത്രമാണ് താങ്കൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. ഈ ചരിത്രം സത്യവിശ്വാസികൾക്ക് ഒരു ഉപദേശമാകട്ടെ. ഈ ചരിത്രം സത്യവിശ്വാസികൾക്ക് പാഠം ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള ഒരു ഉപാധിയായി മാറട്ടെ. അപ്പൊ മൗഇലത്താണ്, ദിക്റയാണ്, നുസബ്ബിതു ബിഹിൽ അഖ്ദാമാണ് ചരിത്രം പറയുന്നതിന്റെ പുറകിലുള്ള ഉദ്ദേശമെന്ന് അള്ളാഹു തന്നെ പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ചരിത്രം അള്ളാഹു പറയുന്നതിന് സ്വീകരിച്ച മാനദണ്ഡം പാരമ്പര്യമായി ചരിത്രം പറയുന്ന ഒരു മാനദണ്ഡമല്ല, മറിച്ച് വിശ്വാസികളായ നമുക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ ആവശ്യമായ കരുത്ത്, ഈ കാലഘട്ടത്തിലെ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും മറികടക്കാൻ ആവശ്യമായ ഊർജം, അത് നമുക്ക് സമ്മാനിക്കലാണ് ചരിത്രം പറയുന്നതിൻ്റെ ഉദ്ദേശമെന്ന് അള്ളാഹു തന്നെ വ്യക്തമാക്കിയിരിക്കെ അള്ളാഹു ഡേറ്റ് പറയുന്നില്ല. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോൾ ജനിച്ചു, അത് ഏതു മാസത്തിലാണ് എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നു. പക്ഷെ ആ മാസത്തിൽ കൃത്യമായ ഡേറ്റ് എന്തുകൊണ്ട് അള്ളാഹ് പറഞ്ഞില്ല?
അതെന്തുകൊണ്ട് സ്വഹാബിമാർ കൃത്യമായി രേഖപ്പെടുത്തി വച്ചില്ല? പ്രവാചകരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രഹസ്യ ജീവിതവും അദ്ദേഹത്തിന്റെ പരസ്യ ജീവിതവും വളരെ കൃത്യമായി രേഖപ്പെടുത്തി വച്ച അദ്ദേഹത്തിന്റെ സ്വഹാബിമാർ എന്തുകൊണ്ട് അത് രേഖപ്പെടുത്തി വച്ചില്ല? കാരണം അതിന് വലിയ പ്രാധാന്യം അവർ കൊടുത്തില്ല എന്നതാണ് അതിന്റെ ഉത്തരം. അപ്പൊ ഇസ്ലാം എന്ന് പറയുന്നത് കേവല ചരിത്രം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആദർശമല്ല. അത് മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ മൂസാ നബി അലൈഹിസ്സലാം എന്നാണ് ജനിച്ചത് എന്ന് അള്ളാഹു പറയുന്നില്ല. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം ചരിത്രം പറയുന്ന ഒരു പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. പക്ഷെ അദ്ദേഹം എന്ന് ജനിച്ചു കൃത്യമായി പറയുന്നില്ല. എവിടെ ജനിച്ചു, എത്ര കാലം ജീവിച്ചിരുന്നു, എന്നാണ് വഫാത്തായത്, അള്ളാഹു പറയുന്നില്ല. ഇനി വിശുദ്ധ ഖുർആനിൽ ഏറ്റവും മനോഹരമായ ചരിത്രം പറയുന്ന ഒരു പ്രവാചകനാണ് യൂസുഫ് അലൈഹിസ്സലാം. അഹ്സനുൽ ഖസസ്, ആ അധ്യായത്തിന്റെ തുടക്കം തന്നെ അങ്ങനെയാണ്. കാരണം ഏറ്റവും മനോഹരമായിട്ട് ആ ചരിത്രത്തെ അള്ളാഹു പറയുന്നു. ആദ്യം മുതൽ അവസാനം വരെ യൂസഫ് നബിയുടെ ചരിത്രം അള്ളാഹു പറയുന്നു. പക്ഷെ ആ പ്രവാചകൻ എവിടെ, എങ്ങനെ, എപ്പോ, ഏത് വർഷമാണ് ജനിച്ചത് എന്ന് പറയുന്നില്ല. ആ പ്രവാചകൻ അലൈഹിസ്സലാം എപ്പോഴാണ് വഫാത്തായത് അതും പറയുന്നില്ല. ജനിച്ച മാസമോ ജനിച്ച വർഷമോ ഒന്നും പറയാതെയാണ് യൂസുഫ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭിക്കുന്നത്. ഈസാ നബി അലൈഹിസ്സലാം എവിടെയാണ്, എപ്പോഴാണ് ജനിച്ചത് അത് കൃത്യമായി പറയുന്നില്ല. അതൊക്കെ ഖസസ് ആണ്. അതിൽ നിന്ന് പഠിക്കേണ്ട പാഠം പഠിച്ചാൽ മതി. എന്ന് ജനിച്ചു എന്ന് അറിയേണ്ടതില്ല. സൂറത്ത് കഹ്ഫിൽ ഗുഹാവാസികളുടെ കഥ അള്ളാഹു പറയുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പാരായണം ചെയ്യുന്ന സൂറയാണ് അൽ കഹ്ഫ്. ഗുഹാവാസികൾ, അവരെ സംബന്ധിച്ച് പറയുമ്പോഴും ഗുഹാവാസികൾ ആരായിരുന്നു, എത്ര പേർ ഉണ്ടായിരുന്നു, എണ്ണം അള്ളാഹു പറയുന്നില്ല. എത്ര നൂറ്റാണ്ട് അവർ കിടന്നുറങ്ങി കൃത്യമായി പറയുന്നില്ല. അതിൻ്റെ അകത്തുള്ള ഒരു കാമ്പ്, നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു ആശയം, ആ ആശയം മാത്രമാണ് ഈ ഗുഹാവാസികളുടെ ചരിത്രവുമായി ബന്ധപ്പെടുത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമായ ചരിത്രം അല്ലാഹു വിശുദ്ധ ഖുർആനിൽ അതിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് വച്ചിട്ട് പറയാത്തത്. ഇനി പ്രവാചകന്മാരെ സംബന്ധിച്ചൊന്ന് പരിശോധിക്കുക. ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണോ പ്രവാചകൻ? അല്ലെങ്കിൽ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതമാണോ ഇസ്ലാം? മുസ്ലിങ്ങളായ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. മുസ്ലിങ്ങളായ നമുക്ക് മാത്രമല്ല, മൊത്തത്തിൽ എല്ലാവരുടെയും ഒരു വിചാരം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയ മതമാണ്, അഥവാ മുഹമ്മദിന്റെ മതമാണ് ഇസ്ലാം എന്നാണ്. ഇതുപോലെ ഈസാ നബി അലൈഹിസ്സലാം യേശു ക്രിസ്തുവിന്റെ മതമാണ് ക്രിസ്തു മതം, ബുദ്ധന്റെ മതമാണ് ബുദ്ധമതം, ജൈനന്റെ മതമാണ് ജൈനമതം. അങ്ങനെ ഏതെങ്കിലും വ്യക്തിയുമായി ബന്ധപ്പെടുത്തി ഓരോ മതങ്ങളൊക്കെ ഉണ്ടായതുപോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യവുമായി ബന്ധപ്പെടുത്തി ഏതെങ്കിലും സംസ്കാരവുമായി ബന്ധപ്പെടുത്തി ഓരോ മതങ്ങൾ ഉണ്ടായതുപോലെ ഇസ്ലാം എന്നത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതമാണ് എന്ന ഒരു കാഴ്ചപ്പാട് മുസ്ലിങ്ങൾക്കിടയിലും ഉണ്ട്. മുസ്ലിമേതര സമൂഹത്തിന്റെ ഇടയിൽ വളരെ പ്രബലമായിട്ട് നിലനിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പുള്ള മനുഷ്യരുടെ അവസ്ഥ എന്തായിരിക്കും? അതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടി വരും. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇസ്ലാം ഉണ്ടാക്കിയത് എങ്കിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് കോടിക്കണക്കിന് മനുഷ്യർ ജീവിച്ചു മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ അവസ്ഥ എന്തായിരിക്കും? അവരുമായി ബന്ധപ്പെട്ട് അള്ളാഹു സ്വീകരിച്ച നിലപാട് എന്തായിരിക്കും? അവിടെയാണ് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത. മനുഷ്യ സമൂഹത്തെ ഭൂമിയിലേക്ക് അയച്ച സന്ദർഭത്തിൽ, അഥവാ ആദം നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ ഭൂമിയിലേക്ക് അയക്കുന്നു. ആ സന്ദർഭത്തിൽ ആദം നബിയോട് അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ, എല്ലാവരും ഇറങ്ങി പോവുക, ഭൂമിയിലേക്ക് പോവുക. ഫൈമാ യഅതിയന്നകും മിന്നി ഹുദൻ, എൻ്റെ പക്കൽ നിന്ന് മാർഗനിർദ്ദേശം നിങ്ങൾക്ക് വന്നെത്തും. ആ മാർഗനിർദ്ദേശത്തെ, ആ ഹിദായത്തിനെ ആര് അംഗീകരിക്കുന്നുവോ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവരൊന്നും പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. ആദം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിന് അനുയോജ്യമായ നിയമം, ഒരു ശരീഅത്ത് നിയമം അള്ളാഹു ആ പ്രവാചകർക്ക് സമ്മാനിച്ചു. ആദം നബിയുടെ കാലശേഷം പിന്നീട് വന്ന പ്രവാചകന്മാർ, അതാത് കാലഘട്ടത്തിൽ ഒരുപാട് പ്രവാചകന്മാർ വന്നു. ആ പ്രവാചകന്മാർക്ക് അള്ളാഹു അതാത് കാലഘട്ടത്തിന് ആവശ്യമായ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ അഥവാ ശരീഅത്ത് അള്ളാഹു കൊടുത്തു. കാലം ഇങ്ങനെ മുന്നോട്ട് പോയി.
അങ്ങനെ ഒരുപാട് പ്രവാചകന്മാർ വന്ന് അവസാനം അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ വേളയിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കി കൊടുത്ത ഒരു ആയത്തുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും. ഇതാ ഇന്നേ ദിവസം ഈ ദീൻ ഞാനിതാ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു. എന്നേ ദിവസം, അതായത് ആദം നബി അലൈഹിസ്സലാം മനുഷ്യാരംഭം തൊട്ട് അള്ളാഹു ഭൂമിയിലേക്ക് അതാത് കാലഘട്ടത്തിൽ സന്ദർഭോചിതം മനുഷ്യരുടെ വികാസ പരിണാമങ്ങൾ അതിനനുസൃതമായിട്ട് നിയമങ്ങൾ നൽകി മനുഷ്യരുടെ നാഗരികവും സാമൂഹികവും രാഷ്ട്രീയവുമായ വികാസം അതിൻ്റെ ഏറ്റവും പരകോടിയിൽ എത്തിയ ഒരു സന്ദർഭത്തിൽ ഇനി ഒരു പ്രവാചകന്റെ ആവശ്യമില്ല എന്ന് അള്ളാഹുവിന് തോന്നിയ ഒരു ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ പൂർത്തീകരിക്കുന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും. ഇന്നിതാ നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു. വീണ്ടും പറഞ്ഞു, വഅത്മംതു അലൈക്കും നിഅമതി. എൻ്റെ അനുഗ്രഹം ഞാനിതാ നിർത്തിവച്ചിരിക്കുന്നു. അവിടെ അനുഗ്രഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി പ്രവാചകന്മാർ വരില്ല. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇസ്ലാം എന്ന ദീനിനെ തൃപ്തിപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അപ്പൊ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ആദം നബി മുതൽ ആരംഭിച്ചതാണ്. അങ്ങനെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയിൽ അവസാനിച്ചു. അതിന്റെ പേരാണ് ഇസ്ലാം. അത് മുഹമ്മദിന്റെ മതമല്ല, ഇത് മക്കയുടെ മതമല്ല, ഇത് ഇസ്ലാമാണ്. അള്ളാഹ്ക്കുള്ള സമ്പൂർണമായ സമർപ്പണം, അള്ളാഹുവിനുള്ള വിധേയത്വം, അതിന്റെ പേരാണ് ഇസ്ലാം എന്ന് നാം മനസ്സിലാക്കണം. അപ്പൊ ഇസ്ലാം എന്നത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മതത്തിന്റെ പേരല്ല, പ്രവാചകന്മാര് പഠിപ്പിച്ച ഒരു മതത്തിന്റെ പേരാണ്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ പ്രവാചകന്മാരും നമുക്ക് പ്രധാനപ്പെട്ടവരാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യപ്രവാചകനാണ്. പക്ഷെ അദ്ദേഹത്തിന് മുമ്പ് കഴിഞ്ഞുപോയ ഒരുപാട് പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരെ സംബന്ധിച്ച് അള്ളാഹു തന്നെ പറഞ്ഞു, ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി. ഒരു പ്രവാചകന്മാർക്കിടയിലും വിവേചനം പാടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അതേപോലെ മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, അതിനു മുമ്പ് നൂഹ് നബി അലൈഹിസ്സലാം, ഉലുൽ അസ്മുകളായ ചില പ്രവാചകന്മാർക്ക് ചില പ്രത്യേകതകൾ അള്ളാഹു കൊടുത്തു. ചില പ്രവാചകന്മാരെ പ്രത്യേകമായി പരിഗണിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന് പ്രത്യേകമായ സ്ഥാനവും പ്രത്യേകമായ പദവിയും അള്ളാഹു കൊടുത്തു. ഖലീലുല്ലാഹ്, അള്ളാഹുവിന്റെ ആത്മസുഹൃത്ത് എന്ന രൂപത്തിൽ അള്ളാഹു അദ്ദേഹത്തെ പരിഗണിച്ചു. മൂസാ നബി അലൈഹിസ്സലാം, അദ്ദേഹവുമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചു. ഈസാ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തെ പ്രത്യേക രൂപത്തിൽ അള്ളാഹു സൃഷ്ടിച്ചു. ഈസാ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന് പ്രത്യേകമായ കഴിവുകൾ അള്ളാഹു നൽകുകയുണ്ടായി. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാക്കി. ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ പ്രവാചകന്മാർക്കും പ്രത്യേകമായ കഴിവും പ്രത്യേകമായ യോഗ്യതയും അള്ളാഹു കൊടുത്തു. അതാത് കാലഘട്ടത്തിൽ പ്രവാചകന്മാർക്ക് പ്രത്യേകമായ പദവിയും കഴിവും ഒക്കെ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഈ പ്രവാചകന്മാർക്കിടയിൽ ഒരു വിവേചനവും നമ്മൾ കൽപ്പിക്കാൻ പാടില്ല. എല്ലാവരും ഇസ്ലാമിന്റെ പ്രവാചകരാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, അതിൽ ഉലുൽ അസ്മുകളായ, അതിന്റെ അർത്ഥം ഒരുപാട് ത്യാഗം സഹിച്ച പ്രവാചകന്മാരുണ്ട്. അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് കഠിനമായ ത്യാഗം സഹിച്ച പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരെ സംബന്ധിച്ചാണ് ഉലുൽ അസ്മ്. അതിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ട്, മൂസാ നബി അലൈഹിസ്സലാം ഉണ്ട്, അതിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. അവരെ പ്രത്യേകമായിട്ട് തരംതിരിച്ചു പറയുന്നു. അത്രമാത്രം ത്യാഗവും സമർപ്പണവും പടച്ചവന്റെ ദീനുമായി ബന്ധപ്പെട്ട് അവർ സഹിച്ചു. അതുകൊണ്ട് അവരെ ഉലുൽ അസ്മ് എന്ന പ്രത്യേകമായ ഒരു കാറ്റഗറിയിൽ അള്ളാഹു തിരിച്ചു വച്ചിട്ടുണ്ട്. അപ്പൊ ഈ പ്രവാചകന്മാരെ ഒരേ കണ്ണോടെ കാണുക. ഈ ആയത്ത് അവതരിച്ച ഒരു പശ്ചാത്തലം ഈ ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട്, യഹൂദരുമായി ബന്ധപ്പെട്ടാണ്. കാരണം ക്രൈസ്തവർ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി അംഗീകരിക്കുന്നില്ല. അതിന് മുമ്പ് വന്ന ചില പ്രവാചകന്മാരെ അംഗീകരിക്കുന്നു. ഇപ്പൊ യഹൂദരെ സംബന്ധിച്ച് പറയുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാം, അതേപോലെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകന്മാരെ അംഗീകരിക്കുന്നില്ല. അതായത് കുറെ പ്രവാചകന്മാരെ സമ്മതിക്കുക, ചില പ്രവാചകന്മാരെ പ്രവാചകന്മാർ അല്ലാതാക്കുക. ഇങ്ങനെ കുറെ മതങ്ങളും കുറെ ആളുകളും നമുക്കിടയിൽ ഉണ്ടല്ലോ. അതിനെ സംബന്ധിച്ച് അല്ലാഹ് പറഞ്ഞത്, ലാ നുഫർരിഖു, മുസ്ലിങ്ങളെ നിങ്ങൾ പ്രഖ്യാപിക്കുക, ഞങ്ങൾ ഒരു വിവേചനവും ഒരു വിഭജനവും കൽപ്പിക്കുന്നില്ല. ലാ നുഫർരിഖു, ആ വാക്കിന്റെ അർത്ഥം അങ്ങനെയാണ്, ഞങ്ങൾ ഒരു വിഭജനം കൽപ്പിക്കുന്നില്ല. ബൈന ഹദിൻ മിർ റുസുലി, ഒരു പ്രവാചകന്മാർക്കിടയിലും.
അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ പ്രവാചകന്മാരുടെയും ജന്മദിനം നമുക്ക് ജന്മദിനമായിട്ട് മാറേണ്ടതല്ലേ? ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജന്മദിനം ക്രൈസ്തവർ ആഘോഷിക്കുന്നു, നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ? ജന്മദിനം ആഘോഷിക്കാമെങ്കിൽ ഡിസംബർ മാസത്തിലാണ് അവർ ആഘോഷിക്കുന്നത്. അത് ഡിസംബർ മാസത്തിലാണ്, കൃത്യമായിട്ട് ഡേറ്റ് വരെ വ്യക്തതയില്ല, അത് അവർ തന്നെ സമ്മതിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അവർ ആഘോഷിക്കുന്ന ജന്മദിനം ശരിയായിട്ട് വരില്ലേ? അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള മുസ്ലിങ്ങളൊക്കെയും ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജന്മദിനം അല്ലെങ്കിൽ ക്രിസ്മസും ആഘോഷിക്കേണ്ടതല്ലേ? അതേപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജന്മദിനം കണ്ടുപിടിച്ച് ആരാധിക്കേണ്ടതല്ലേ, ആഘോഷിക്കേണ്ടതല്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജന്മദിനം കണ്ടുപിടിച്ച് ആഘോഷിക്കേണ്ടതല്ലേ? എല്ലാ അമ്പിയാക്കളും നമുക്ക് അമ്പിയാക്കളാം. അവിടെ വിവേചനം കൽപ്പിക്കാൻ പാടില്ല. വിഭജനം കൽപ്പിക്കുന്നവർ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളല്ല എന്ന് വരെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രവാചകന്മാരെ മൊത്തത്തിൽ ഒരേപോലെ കാണുക. ചില പ്രവാചകന്മാർക്ക് അള്ളാഹു പ്രത്യേകമായ പദവി കൊടുത്തിട്ടുണ്ട്, ആ പദവിയെ അംഗീകരിക്കുക. ഇതാണ് സത്യവിശ്വാസികളായി നമ്മൾ ചെയ്യേണ്ടത്. ഇനി പ്രവാചകന്മാർ വന്നത് ആരിലേക്കാണ്? മുസ്ലിം സമുദായത്തിലേക്ക് മാത്രമായിട്ടാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞ ചില ആയത്തുകൾ, ഖുൽ പ്രവാചകരെ താങ്കൾ പറയൂ, യാ അയ്യുഹന്നാസ് അല്ലയോ മനുഷ്യരെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീആ, ഞാൻ നിങ്ങളിലേക്ക് മൊത്തത്തിൽ വന്ന ഒരു പ്രവാചകനാണ്. അവിടെ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീആ എന്ന് പറയുമ്പോൾ മുസ്ലിം സമുദായത്തിലേക്ക് സാമുദായികമായിട്ട് നമ്മൾ പ്രവാചകനെ ചെറുതായി കാണാൻ പാടില്ല. ഒരു സമുദായത്തിലേക്ക് വന്ന നബി, ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ അതിർത്തിയിൽ ആ രാജ്യക്കാർക്ക് വേണ്ടി മാത്രം വന്ന നബി, അങ്ങനെയല്ല. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം മനുഷ്യ സമൂഹത്തിലേക്ക് വന്നു, എല്ലാവരിലേക്കും വന്നു, നാനാജാതി മതസ്ഥർക്കിടയിലേക്ക് വന്നു. അപ്പൊ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ മനുഷ്യരുടെയും പ്രവാചകനാണ്. അതേപോലെ തന്നെ വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ, മറ്റൊരായത്തിൽ പ്രകാരമാണ്, വമാ അർസൽനാക, നാം താങ്കളെ അയച്ചിട്ടില്ല, ഇല്ലാ കാഫത്തൻ ലിന്നാസ്, മൊത്തം മനുഷ്യർക്ക് വേണ്ടിയല്ലാതെ, ബശീറൻ വനദീറ, താങ്കൾ മുന്നറിയിപ്പ് നൽകുക, അതേപോലെ തന്നെ സന്തോഷ വാർത്ത അറിയിക്കുക, ജനങ്ങൾക്ക് മാർഗനിർദ്ദേശം കാണിച്ചു കൊടുക്കുക, വനദീറ, മുന്നറിയിപ്പ് നൽകുക എന്ന സന്ദേശവുമായിട്ടാണ് ഈ പ്രവാചകൻ വന്നിരിക്കുന്നത്. മറ്റൊരായത്തിൽ പ്രകാരമാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തുള്ള സകല ചരാചരങ്ങൾക്കും, മനുഷ്യർക്ക് മാത്രമല്ല മറ്റെല്ലാ ജീവജാലങ്ങൾക്കും കാരുണ്യമായിട്ടല്ലാതെ നാം താങ്കളെ അയച്ചിട്ടില്ല. ഈ ആയത്തുകളൊക്കെ വിശുദ്ധ ഖുർആനിൽ വളരെ പ്രധാനപ്പെട്ട വചനങ്ങളാണ്. ഇതെന്താണ് ഈ പറയുന്നത്? ഇതും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ അയച്ചത് കേവലം ഒരു സമുദായത്തിലേക്ക് വേണ്ടി മാത്രമല്ല, മൊത്തത്തിൽ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. ഇത് മനുഷ്യരുടെ പ്രവാചകനാണ്, മനുഷ്യരെ നേരായ മാർഗത്തിലേക്ക് നയിക്കുക. ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാ മനുഷ്യരുടെ പൊതുവായ സ്വത്താണ്. ഇപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു, അള്ളാഹുവിനെ എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്? ഏതെങ്കിലും സമുദായത്തിന്റെ അള്ളാഹു എന്ന അർത്ഥത്തിലാണോ? അവിടെയും അഊദു ബി റബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്, അള്ളാഹിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും ഇത് മനുഷ്യരുടെ റബ്ബ്, ഇത് മനുഷ്യരുടെ ആരാധ്യൻ, ഇത് മനുഷ്യരുടെ മാലിക, ഉടമസ്ഥൻ. അവിടെ ഈ മനുഷ്യരുടെ എന്ന പൊതുവായ ഒരു പദപ്രയോഗമാണ് അള്ളാഹു ഉപയോഗിച്ചത്. അതേപോലെ ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴോ ഹുദൻ ലിന്നാസ്, ഇത് മനുഷ്യർക്ക് വെളിച്ചം നൽകുന്ന, മാർഗ നിർദ്ദേശം നൽകുന്ന വേദഗ്രന്ഥം, ഇത് മനുഷ്യരുടെ ഗ്രന്ഥം. ഒരു സമുദായത്തിന്റെ കണ്ണോടെ വിശുദ്ധ ഖുർആനെ അള്ളാഹു കണ്ടിട്ടില്ല. ഇനി കഅബയെ സംബന്ധിച്ച് പറയുമ്പോഴോ വുളിഅ ലിന്നാസ്, ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ദേവാലയമല്ല. ഈ ദേവാലയത്തിന്റെ മഹത്വവും ഈ ദേവാലയത്തിൽ നിന്ന് പ്രകാശിപ്പിക്കേണ്ട വെളിച്ചവും മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ദേവാലയം വുളിഅ ലിന്നാസ്, മനുഷ്യർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ദേവാലയം. മനുഷ്യർക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് അതിൽ നിന്ന് മാർഗദർശനം കിട്ടണം, വെളിച്ചം കിട്ടണം. ഇനി അതേപോലെ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയുമ്പോഴും മനുഷ്യർക്ക് വേണ്ടി. അപ്പൊ മനുഷ്യരുടേതാണിത്. ആ മനുഷ്യരുടെ പ്രവാചകനെ മനുഷ്യർക്ക് മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കണം. സമുദായത്തിന്റെ ഉള്ളിലിട്ട് കറക്കുന്ന ഒരു സാമുദായികതയുടെ ആ ഒരു അതിർവരമ്പിലിട്ട് മാത്രം നമ്മൾ പ്രവാചകനെ കാണുവാൻ പാടില്ല. അത് മനുഷ്യരുടെ മുമ്പിൽ ഈ പ്രവാചകരെ നമ്മൾ കൊണ്ടുവരണം. ആരാണ് പ്രവാചകൻ? തുറന്ന പുസ്തകം പോലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞ ഒരു കാര്യം ഇതാണ്, വറഫഅനാ ലക ദിക്റക്,
അല്ലയോ പ്രവാചകരെ, താങ്കളുടെ പ്രശസ്തിയെ നാം ഉയർത്തിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രയാസപ്പെട്ട് മക്കയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ആയത്തിന്റെ അവതരണം. താങ്കളുടെ പ്രശസ്തിയെ നാം ഉയർത്തി. ഇന്ന് ലോകത്ത് ഇത്രയും അധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ലോകത്ത് വേറെയില്ല. അത് ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, ഏത് കാലഘട്ടം എടുത്താലും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം എടുത്താലും, അറേബ്യൻ സമൂഹത്തിൽ അന്ന് ചർച്ചാ വിഷയം ജീവിച്ചിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. ആ പ്രവാചകന്റെ വഫാത്തിന് ശേഷം ആ കാലഘട്ടത്തിലെ മുഖ്യ ചർച്ചാ വിഷയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. ആ കാലം ഇങ്ങനെ കഴിഞ്ഞ് 2026 നമ്മൾ എത്തി നിൽക്കുമ്പോഴും ഏറ്റവും അധികം ചർച്ചകൾ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചാണ്. ഇപ്പോഴും ഗ്രന്ഥരചനയിലാണ്. മുഹമ്മദ് നബിയെ സംബന്ധിച്ച് ഓരോ പുതിയ പുതിയ പഠനങ്ങൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. നബിയെ സംബന്ധിച്ച് എഴുതിയിട്ടും അവസാനിക്കുന്നില്ല. ഓരോ കാലഘട്ടത്തിൽ ഓരോ പുസ്തകങ്ങളാണ്. ഇതാ പുതിയ പുതിയ പുസ്തകങ്ങൾ എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ടും അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടും. 99.4% അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള ഗ്രന്ഥങ്ങളാണ് എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ലോകത്ത് ചർച്ചാ വിഷയമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമല്ല, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തെ സമഗ്രമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം മാത്രമാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണ് ബാത്റൂമിലേക്ക് പ്രവേശിച്ചത്, എപ്രകാരമാണ് അവിടെ നിന്ന് പുറത്തിറങ്ങിയത്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണ് തന്റെ ഭാര്യയോടൊത്ത് ജീവിച്ചത്, രഹസ്യമായ ജീവിതവും, അദ്ദേഹം എപ്രകാരമാണ് പല്ല് തേച്ചത്. നമുക്ക് മഹാത്മാഗാന്ധിയെ സംബന്ധിച്ച് വായിക്കാം. പക്ഷെ മഹാത്മാഗാന്ധിജി എപ്രകാരമാണ് പല്ല് തേച്ചത്, എപ്രകാരമാണ് ബാത്റൂമിലേക്ക് പോയത്, തിരിച്ചു വന്നത്, നമുക്കത് വായിച്ചെടുക്കാൻ സാധ്യമല്ല. മഹാത്മാഗാന്ധിജിയുടെ അല്ലെങ്കിൽ ശ്രദ്ധേയരായ ചരിത്ര പുരുഷന്മാരുടെ ഒരുപാട് ചരിത്രം നമുക്ക് വായിക്കാം. പക്ഷെ അവരുടെ സ്വകാര്യ ജീവിതവും അതേപോലെ സമഗ്രമായ അവരുടെ ജീവിത മേഖലകളെ നമുക്കൊരിക്കലും വായിച്ചെടുക്കാൻ സാധ്യമല്ല. സ്വഹാബിമാർ പുറകെ നടന്നു. നബി എങ്ങനെയാണ് വെള്ളം കുടിച്ചത്, നബി എങ്ങനെയാണ് മീശ വെട്ടിയത്, നബി എങ്ങനെയാണ് മുടി വെട്ടിയത്, താടി വെട്ടിയത്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ചെരുപ്പിട്ടത്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് മുടിയും താടിയും ചീകിയത്, ആ നബി എങ്ങനെയാണ് വസ്ത്രം ധരിച്ചത്, ഇങ്ങനെ സമഗ്രമായിട്ട് സമ്പൂർണമായിട്ട് രേഖപ്പെടുത്തപ്പെട്ട ഒരു ചരിത്രം. അത് വാമൊഴിയായി പ്രചരിച്ചു. സ്വഹാബിമാർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു, അവർ രേഖപ്പെടുത്തി വച്ചു. അതിങ്ങനെ വാമൊഴിയായി അവസാനം എഴുത്തുവിദ്യയിലൂടെ അങ്ങനെ പ്രചരിച്ച് അതിൽ ഏറ്റവും നെല്ലും പതിരും വേർതിരിച്ചു. കൃത്യമായി വേർതിരിക്കപ്പെട്ട് ബുഖാരി പോലെ, മുസ്ലിം പോലെ, അബൂദാവൂദ് പോലെ, ഇബ്നു മാജ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ അവർ കൃത്യമായി അത് പഠിച്ച് മനസ്സിലാക്കി അതിൽ നെല്ലും പതിരും കൃത്യമായി വേർതിരിച്ച് നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. അതിന്റെ പേരാണ് ഹദീസ്, അതിന്റെ പേരാണ് തിരുസുന്നത്ത്. അതിൽ തെറ്റും കുറ്റവും ഒരുപക്ഷെ കണ്ടേക്കാം. കാരണം അതിന്റെ പുറകിൽ മനുഷ്യരാണ് പ്രവർത്തിച്ചത്. മനുഷ്യർ പ്രവർത്തിക്കുമ്പോൾ തെറ്റും കുറ്റവും കണ്ടേക്കാം. പക്ഷേ വളരെ കൃത്യമായി കഠിനാധ്വാനത്തിലൂടെ ആ പ്രവാചകന്റെ ജീവിതത്തെ ഒപ്പിയെടുത്ത് നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ ചരിത്രം എഴുതപ്പെട്ട, അതീവ ശ്രദ്ധയോടെ ജാഗ്രതയോടെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട ഒരു മനുഷ്യൻ ഈ ലോകത്ത് വേറെയുണ്ടോ? അത്രമാത്രം തെളിഞ്ഞ പുസ്തകമാണ് പ്രവാചകൻ. നമ്മൾ ആ പ്രവാചകനെ ഈ സമൂഹത്തിൽ അവതരിപ്പിക്കണം. കാരണം നബിയെ സംബന്ധിച്ച ഒരുപാട് തെറ്റുദ്ധാരണകൾ ഇന്ന് സമൂഹത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ പുറകിലും ഒരു ലോബി പ്രവർത്തിക്കുന്നു. നബിയെ കുറിച്ച് വ്യാജമായ വാർത്തകൾ, നബി ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് 3 രൂപത്തിലാണ് പ്രധാനമായിട്ട് നബിയെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഒന്ന്, ആയുധം കൊണ്ട് പോരാടിയ മനുഷ്യരുടെ രക്തദാഹിയായ, മനുഷ്യരെ കൊന്നൊടുക്കാൻ വേണ്ടി പ്രവർത്തിച്ച രക്തദാഹിയായ മുഹമ്മദ് എന്ന രൂപത്തിലാണ് ഒരു പ്രചാരണം. രണ്ടാമത്തെ പ്രചാരണം കടുത്ത ലൈംഗികദാഹിയായ, ഒരുപാട് കല്യാണം കഴിച്ച, അങ്ങനെ വികാരങ്ങൾ കടിപ്പെട്ട ലൈംഗിക മോഹിയായ ഒരു മനുഷ്യനായിട്ട് ആ പ്രവാചകനെ അവതരിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് അധികാര കൊതിയനായ ഒരു വ്യക്തിയായിട്ട് പ്രവാചകരെ അവതരിപ്പിക്കുന്നു. ഇങ്ങനെ പല രൂപത്തിൽ സോഷ്യൽ മീഡിയ വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തെറ്റിദ്ധാരണകൾ പടർത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിങ്ങളായ നമുക്ക് ബാധ്യതയുണ്ട്. ആ നബിയെ കുറിച്ച് പഠിക്കണം. ആ നബി ഏതൊരു സന്ദേശമാണ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തത് അറിയണം. ആ നബി മുസ്ലിങ്ങളുടെ മാത്രം നബിയല്ലെന്ന് നമ്മൾ പ്രചരിപ്പിക്കണം. കാഫത്തൽ ലിന്നാസ്, മുഴുവൻ മനുഷ്യരുടെയും പ്രവാചകൻ.
മുഴുവൻ മനുഷ്യരുടെയും പ്രവാചകൻ. ആ നബിയുടെ ജീവിത സന്ദേശത്തെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കൊണ്ടുവരണം. നമ്മുടെ കുടുംബ ജീവിതം നോക്കിയാൽ അവിടെ പ്രവാചകൻ ഉണ്ടായിരിക്കണം. നബിയെ സംബന്ധിച്ച് എഴുതപ്പെട്ട ഒരുപാട് മദ്ഹ് ഗാനങ്ങളുണ്ട്. ആ മദ്ഹ് ഗാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗാനം ഇപ്രകാരമാണ്: അന്ത, താങ്കൾ എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ. നബിയെ കുറിച്ച് എഴുതിയ ഒരു മദ്ഹ് ഗാനമാണ്. താങ്കൾ എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ പിന്നെ പ്രകാശത്തിന്റെ വിളക്കിന്റെ ആവശ്യമില്ല. നബിയെ കുറിച്ച് എഴുതിയ ഒരു മദ്ഹ് ഗാനമാണ്. നബിയെ കുറിച്ച് ഇങ്ങനെ മദ്ഹ് പാടിയിട്ടുണ്ട്. കവികൾ ഓരോ കാലഘട്ടത്തിൽ നബിയെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പാടിയിട്ടുണ്ട്. അങ്ങനെ പാടിയ ഒരു വരിയുടെ അർത്ഥമാണ്: താങ്കൾ എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ പിന്നെ വിളക്കിന്റെ ആവശ്യമില്ല. അതിന്റെ അർത്ഥം എന്താ? ആ തിരുസുന്നത്തിനെ പ്രകാശിപ്പിക്കുന്ന കുടുംബ ജീവിതം നമ്മുടെ കുടുംബത്തിൽ നമുക്ക് സംവിധാനിക്കാൻ കഴിയണം. ആ നബിയുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന സാമൂഹ്യ കച്ചവട മേഖലകൾ നമുക്ക് മാതൃകയായി സമർപ്പിക്കാൻ കഴിയണം. അപ്പോഴാണ് പ്രവാചകൻ ഈ കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുകയുള്ളൂ. ആ നബിയുടെ തിരുസുന്നത്തിനെ അറിഞ്ഞും മനസ്സിലാക്കിയും പഠിച്ചും ജീവിതത്തിൽ പകർത്തിയും ആ സുന്നത്ത് ഒരു ഉദാഹരണം മാത്രം പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്രമാത്രം സ്വഹാബിമാർ ഇങ്ങനെ അനുസരിച്ചിരുന്നു, അതിന്റെ ഒരു ചെറിയ ഉദാഹരണമാണ്. ഇതേപോലെ ഖുതുബ നബി നിർവഹിച്ചു കൊണ്ടിരിക്കുക. ഇത്ര മനോഹരമായ പള്ളി അന്നില്ല. ഈത്തപ്പന ഓല കൊണ്ട് മേഞ്ഞ വെയിലാണെങ്കിൽ ആ വെയില് കൊണ്ടുകൊണ്ട് തന്നെ അവിടെ സ്വഹാബിമാർക്ക് ഇരിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കാൻ ഒരു സഹാബി ഇങ്ങനെ പുറത്തുകൂടി പള്ളിയിലേക്ക് വരികയാണ്. ആ നബി ഇങ്ങനെ ആംഗ്യം കാണിച്ചു. ഖുതുബയിൽ ആംഗ്യം കാണിക്കും, കൈ കൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കും. അത് ഖുതുബയുടെ ഒരു ശൈലിയാണ്, ആ പറയുന്ന ആളുടെ ഒരു പ്രത്യേകതയാണ്. നബി ഇങ്ങനെ ആംഗ്യം കാണിച്ചപ്പോ ആ കേറി വന്ന സഹാബി വിചാരിച്ചു എന്നോട് അവിടെ ഇരിക്കാനായിരിക്കും പറഞ്ഞത്. അദ്ദേഹം അവിടെ തന്നെ ഇരിക്കാൻ തുടങ്ങി. ആ വെയിൽ കൊണ്ട് ആ പുറത്ത് അവിടെ തന്നെ ഇരുന്നു. ജുമായെല്ലാം കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് വീണ്ടും ആ സഹാബി അവിടെ തന്നെ ഇരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചോദിച്ചു, താങ്കൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? അപ്പോ ഇദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്: താങ്കൾ എന്നോട് ഇരിക്കാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ ഇരുന്നതാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നബി അവിടെ ഉദ്ദേശിച്ച കാര്യം വേറെയാണ്. പക്ഷെ എന്നാലും നബിയെ അനുസരിക്കുന്നിടത്ത് നബി എന്ത് ചെയ്തു അത് അപ്രകാരം തന്നെ ആ സുന്നത്തിനെ പിൻപറ്റുന്നിടത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചരിത്രമുണ്ട്. ഒരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു ഈത്തപ്പനയുടെ ഓല ഇങ്ങനെ ചാഞ്ഞു കിടന്നിരുന്നു. അവിടെ എത്തിയപ്പോൾ റസൂൽ ഇങ്ങനെ കുനിഞ്ഞുകൊണ്ടാണ് അപ്പുറത്തേക്ക് പോയത്. ഇത് കണ്ട ഇബ്നു ഉമർ പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം അതുവഴി വരുന്നു. അപ്പൊ ഈത്തപ്പനയും അവിടെയില്ല, ഓലയും അവിടെയില്ല. പക്ഷെ എന്നാലും എൻ്റെ പ്രിയപ്പെട്ട റസൂല് കുനിഞ്ഞു പോയ സ്ഥലം, ആ പ്രിയപ്പെട്ട റസൂലിനോടുള്ള സ്നേഹം കൊണ്ട് അവിടെ എത്തിയപ്പോൾ ശിരസ് കുനിച്ചുകൊണ്ട് നടന്നു പോകുന്ന ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അപ്പൊ ചോദിക്കപ്പെട്ടു, എന്തിനാണ് കുനിഞ്ഞത്? എൻ്റെ റസൂൽ ഇവിടെ എത്തിയപ്പോൾ കുനിഞ്ഞാണ് പോയത്. ഈ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് എങ്ങനെയും വ്യാഖ്യാനിക്കാം. അതെന്തിനങ്ങനെ ചെയ്തു, അതിന് ആവശ്യമുണ്ടോ, അവിടെ എന്ത് യുക്തിയുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട റസൂല് ചെയ്തോ? ആ റസൂലിന്റെ സുന്നത്ത് അതിനെ അനുധാവനം ചെയ്യുന്നിടത്ത് സ്വഹാബിമാർ കാണിച്ച കണിഷ്ഠതയാണ്, ജാഗ്രതയാണ്. ഈ ജാഗ്രത നമ്മുടെ കുടുംബത്തിലും ഉണ്ടാകണം, നമ്മൾ സമൂഹത്തിൽ പ്രകാശിപ്പിക്കണം. പടച്ചവൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.